ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാർച്ച് 17-ാം തീയതി ഞാൻ വിഴിഞ്ഞം പുളുങ്കുടി ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ട്രെഡ്ജ് ചെയ്യാനുള്ള ആ മണ്ണെടുക്കാനായിട്ട് ഇവിടെ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ ദൂരമുള്ള അടിമലത്തുറ അതുപോലെ പുതിയതുറ ഭാഗത്തേക്ക് ട്രെഡ്ജിങ് ആ ഷിപ്പ് പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഏകദേശം വൈകുന്നേരം ഒരു 5 മണി സമയമാണ് ഇവിടെ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മണ്ണ് സ്റ്റോക്ക് ചെയ്ത് നമ്മുടെ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് ഈ ഡ്രഡ്ജിങ് ഷിപ്പ് വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇങ്ങനെ കടൽ വറ്റിച്ച് കരയാക്കുന്ന ഈ ഒരു ഡ്രഡ്ജിങ് ആ ഒരു പ്രോസസ്സ് എത്ര കൂട്ടുകാരാണ് നേരിട്ട് കണ്ടിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് 1-2 ഡീറ്റെയിൽ കൂടെ ഞാൻ പറഞ്ഞു തരാമേ. അപ്പോൾ ഏകദേശം 1.5 ആഴ്ചയിൽ കൂടുതലായിട്ടുണ്ട് ഈ ഡ്രഡ്ജിങ് ഇവിടെ നടക്കാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഏതായാലും ഡേയും നൈറ്റുമാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കര ആക്കാനുള്ള മണ്ണൊന്നും ഇവിടെ അല്ല കേട്ടോ ഇവർ ശേഖരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്ത് ഏകദേശം 1-2 കിലോമീറ്റർ മാറിയാൽ തൊട്ടടുത്ത് അടിമലത്തുറ പുതിയതുറ ഭാഗങ്ങളിൽ പോയിട്ടാണ് ഇവർ ഈ മണ്ണ് ശേഖരിച്ച് ഇതുപോലെ കൊണ്ടുവന്ന് ഇവിടെ ഈ കടലിനെ നിരത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ട്രെഡ്ജ് ചെയ്യുന്നതിൽ കൂടെ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇവർക്ക് കടലിൻ്റെ ആഴം കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് യാർഡ് നിർമ്മാണത്തിന് ഇവർക്ക് വളരെയേറെ ഇവിടെ സ്ഥലം ലഭിക്കാനും സാധ്യത കൂടുതലാണ്. കാരണം നിലവിലുള്ള ഈ വന്ന കണ്ടെയ്നറിൽ ആ കണ്ടെയ്നറൊക്കെ ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന യാർഡ് ഇവർ കൃത്രിമമായിട്ട് കടൽ വറ്റിച്ചുണ്ടാക്കിയ ആ സൈഡിൽ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവർ ഈ തീരദേശത്തിൽ കൂടെ ഈ ഇട്ടുവരുന്ന റോഡും കാര്യങ്ങളും ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ സ്റ്റേ ചെയ്തിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ റോഡ് വരുന്ന ഭാഗത്തേക്ക് 2-3 റിസോർട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് അനുമതിയോ കാര്യങ്ങളോ അറിയിക്കാതെയാണ് ഇവർ ഈ റോഡിൻ്റെ ഈ കാണുന്ന ഈ കല്ലിടൽ ചടങ്ങൊക്കെ ഇവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം താൽക്കാലികമായിട്ട് ഇവിടെ ഒരു എൻഡ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ വെച്ച് ഈ പണിയും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ 2028 ആകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ പൂർത്തിയാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ നിലവിൽ ഏകദേശം 4 കിലോമീറ്ററാണ് ബ്രേക്ക് വാട്ടറിൻ്റെ ആ ഒരു നീളം വരുന്നത്. അതുപോലെ നേർപകുതിയാണ് ബെർത്തിൻ്റെ ആ ഒരു നീളം വരുന്നത്, ഏകദേശം 2 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൂരോട്ട് കാണുന്നതാണ് പണി പുരോഗമിക്കുന്ന ആ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിലവിലിപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് ഏകദേശം 3 കിലോമീറ്ററും അതുപോലെ ബെർത്തിൻ്റെ വർക്ക് ഏകദേശം 1 കിലോമീറ്ററും കഴിഞ്ഞെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇനിയും ബ്രേക്ക് വാട്ടറിൻ്റെ നീളം 1 കിലോമീറ്ററും അതുപോലെ ബെർത്തിൻ്റെ നീളം 1 കിലോമീറ്ററും കൂടെ പണി തീർക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ നീളം ഇത്രയും കൂട്ടാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി വരും കാലങ്ങളിൽ വലിയ വലിയ കണ്ടെയ്നർ ഷിപ്പുകളോ അതുപോലെ യാത്രാ കപ്പലുകളോ നമ്മുടെ ബെർത്തിലോട്ട് അടുപ്പിക്കുമ്പോഴേ അവർക്ക് വളരെ സാവധാനത്തിൽ തിരമാല വലിയ ശക്തമല്ലാത്ത രീതിക്ക് കൊണ്ട് അടുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ അപ്പുറത്തെ സൈഡുള്ള ആ തിരമാല കുറച്ച് ശക്തിയേറിയതാണ്. പക്ഷേ നമുക്ക് പോർട്ടിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും തിരമാലയായിട്ടല്ല നമുക്ക് കാണപ്പെടുന്നത്. നമുക്ക് ഏതായാലും ഒരു സ്വിമ്മിംഗ് പൂൾ പോലുള്ള ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിലവിൽ ഇവർ കല്ലിട്ടിരിക്കുന്ന നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ആഴം എന്ന് പറയുന്നത് ഏകദേശം 25 മീറ്ററാണ്. അപ്പോൾ അതിന് പുറത്താണ് ഈ പാറകൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കോൺക്രീറ്റ് കോണ് കല്ലുകൾ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിലവിൽ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ആ കല്ലിൻ്റെ ആ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 60 ലക്ഷം ടൺ കല്ലാണ് ഇതുവരെ കൊണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിലവിൽ ഏകദേശം 70 ലക്ഷം ടൺ കല്ല് ആവശ്യമെന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിന് നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ മാർച്ച് 17-ാം തീയതി MSCയുടെ മിച്ചലി എന്നുള്ള ഒരു കണ്ടെയ്നർ ഷിപ്പ് ഈ ഡ്രഡ്ജിങ് നടക്കുന്ന ഭാഗത്തൂടെ നമ്മുടെ ബെർത്തിലേക്ക് കൊണ്ടടുപ്പിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ ലൈവായിട്ട് കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ മാർച്ച് 17-ാം തീയതി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ആ ഒരു അപ്ഡേഷൻ നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി അങ്ങോട്ടുള്ള ഏതെങ്കിലും പുതിയ അപ്ഡേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ബൈ.